أعوذ بالله من الشيطان الرجيم ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق وجعلنا بعضكم لبعض فتنة أتصبرون وكان ربك بصيرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 17 മുതൽക്കുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ ആരാധിക്കാവൂ. ആരാധനയുടെ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെടുന്ന പ്രാർത്ഥനയും അതുപോലെയുള്ള മറ്റു എല്ലാ കാര്യങ്ങളും സ്രഷ്ടാവായ നാഥന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന കൃത്യവും വ്യക്തവുമായ ഇസ്ലാമിൻ്റെ അധ്യാപനം, ആ അധ്യാപനത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ധാരാളം കക്ഷികളെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അവയ്ക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരുടെയൊക്കെ പേരിൽ ആണയിടുന്ന, സത്യം ചെയ്തു പറയുന്ന, അങ്ങനെ ബഹുദൈവാരാധനാപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു ന്യായവും അവർക്കില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിലൂടെ ശക്തമായും വ്യക്തമായുമുള്ള പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ, തെളിവുകളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യവുമാണ്. നിങ്ങളെ സൃഷ്ടിച്ചവൻ ഏകനാണ് എങ്കിൽ അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ലോകത്ത് മറ്റാരെങ്കിലും വല്ലതിനെയും പടച്ചിട്ടുണ്ടോ എന്ന സൃഷ്ടാവായ നാഥന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ മുട്ടുമടക്കുവാനല്ലാതെ ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ പോലും സൃഷ്ടിച്ചത് മറ്റാരെങ്കിലുമാണെന്ന് സ്ഥാപിക്കുവാനോ തെളിയിക്കുവാനോ സാധ്യമാകാതെ നിസ്സഹായരായിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കൃത്യമായ അജയ്യമായ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്,
സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന വളരെ ലളിതമായ ആ സത്യത്തെ അതിൽ നിന്ന് പുറംതിരിഞ്ഞ് പല ദുർന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവരോട് സങ്കടം പറയുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് പറയാറുള്ളത്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളും വ്യക്തികളുമൊക്കെ പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തുവാനുണ്ടാകും, അവർ അവിടെ ഞങ്ങൾക്കുള്ള രക്ഷകരായിരിക്കും, ഞങ്ങളെ സഹായിക്കുവാൻ അവരുണ്ടാകും, അവർ ഞങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല, കാരണം അവരെ പ്രീതിപ്പെടുത്തുന്ന തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയൊക്കെ സമാധാനമടയുന്ന ആളുകൾ വളരെ ഗൗരവത്തോടുകൂടി കേൾക്കുകയും നന്നായി ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഏതാനും വചനങ്ങളാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. പരലോക കോടതിയിൽ അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചിട്ടുള്ള ആളുകളും ആരാധ്യരായ ആരെയാണോ ആരാധിക്കപ്പെട്ടത് അവരെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ, അല്ലാഹു ഒരുമിച്ച് കൂട്ടുമ്പോൾ, ആ സമയത്ത് ആരെയൊക്കെ മനുഷ്യർ ആരാധിച്ചുവോ, ആരൊക്കെ പരലോകത്തവരുടെ സഹായികളായി വരുമെന്നവർ പ്രതീക്ഷിച്ചുവോ, അവരൊക്കെയും ഈ ആരാധിച്ച ആളുകളെ ആരാധകരായ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രംഗം, അതിനെ നിഷേധിക്കുന്ന രംഗം, അതിനെ തള്ളിക്കളയുന്ന രംഗം, ഞങ്ങൾ ഇവരോട് ഇതിന് കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു നിൽക്കുന്ന രംഗം, അങ്ങനെ അവിടെ നിസ്സഹായതയുടെ ഏറ്റവും വലിയ പടുകുഴിയിൽ ഈ ആരാധിച്ച ആളുകൾ ചെന്ന് വീഴുന്ന, നരകത്തിയിലേക്ക് എടുത്തെറിയപ്പെടുന്ന ദുരന്തം അവിടെ നടക്കാൻ പോകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇതെന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിന്റെ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഈ യാഥാർത്ഥ്യം അല്ലാഹു പറയുന്നുണ്ട്. നിങ്ങളെ രക്ഷകരായും സഹായികളായും പരലോകത്ത് നിങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലാഹു ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും ആരാധനകളും അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പരലോക കോടതിയിൽ നിങ്ങൾ ആരെയൊക്കെ ആരാധിച്ചിരുന്നുവോ അവരെല്ലാം നിങ്ങളിൽ നിന്ന് കൈയൊഴിയും, നിങ്ങളുടെ ആരാധനകളെ അവർ അറിഞ്ഞിട്ടില്ലെന്ന് പറയും, അവർ അതിനെ നിഷേധിച്ച് തള്ളിക്കളയും എന്നിങ്ങനെ ഗൗരവത്തോടുകൂടി ഈ ഭൂമിയിൽ വെച്ച് തന്നെ മാനവ സമൂഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേക കാരുണ്യത്തോടുകൂടി അറിയിച്ചു തന്നിരിക്കുകയാണ്. എന്തിന്? പരലോക കോടതിയിൽ വെച്ച് അവിടെ നഷ്ടപ്പെട്ട് വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല. അതുകൊണ്ട് അത്തരം ഒരു നഷ്ടക്കച്ചവടത്തിന് നിൽക്കേണ്ട, നിങ്ങൾ സൃഷ്ടാവായ ഏകനായ നാഥനെ മാത്രമേ ആരാധിക്കാവൂ. മരണത്തിന്റെ മുമ്പേ നിങ്ങൾ ആ ഒരു കൃത്യമായ ചിന്തയിലേക്ക് വളർന്നു വന്ന് യഥാർത്ഥത്തിലുള്ള മുവഹിദുകളായി ഏകദൈവ ആരാധകന്മാരായിക്കൊണ്ട് നിങ്ങൾ മരിച്ചുപോയാലേ രക്ഷയുള്ളൂ എന്ന് മാനവ സമൂഹത്തെ പഠിപ്പിക്കുവാൻ തന്നെയാണ് അല്ലാഹു അവന്റെ പ്രത്യേക കാരുണ്യ നിമിത്തം ഈ വചനങ്ങളൊക്കെ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നും പല ആളുകളും പറയുകയാണ്, ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ രക്ഷകരായി പരലോകത്ത് ഞങ്ങൾക്കുണ്ടാകും, അതുകൊണ്ട് അവരെ ഞങ്ങൾ പ്രീതിപ്പെടുത്തുവാനും അവരെ പ്രസാദിപ്പിക്കുവാനും വേണ്ടിയാണ് ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോക കോടതിയിൽ ആർക്കും ഒന്നും ഉരിയാടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രത്യേക അനുമതി ലഭിക്കുന്ന മഹാരഥന്മാരായ പ്രവാചകന്മാരും മറ്റുള്ളവരുമൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നത് പോലും റബ്ബിന്റെ പ്രത്യേകമായ അനുവാദപ്രകാരം മാത്രമായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ പറയുന്ന ഗൗരവതരമായ ചില യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധ വിടാതെ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യണമെന്നാണ് ഈ ആയത്തുകളുടെ അർത്ഥ വിശദീകരണ തലങ്ങളിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായി ആമുഖമായി എനിക്ക് ഉണർത്തുവാനും സൂചിപ്പിക്കുവാനുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് നേരിന്റെ പാതയിൽ അടിയുറച്ചു നിന്ന് അതേ രീതിയിൽ വിട പറയുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, 17-ാമത്തെ സൂക്തം വയൗമ യഹ്ശുറുഹും
വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഫയഖൂലു അഅൻതും അദ്ലൽതും ഇബാദി ഹൗലാഇ അം ഹും ضلوا السبيل വയൗമ യഹ്ശുറുഹും അവരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം, അതേ പരലോക കോടതിയിൽ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്ന ഒരു നാള് വരുന്നുണ്ട്. ആ മഹ്ശറിൽ അഥവാ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വയൗമ യഹ്ശുറുഹും അവരെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ആ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവരെ മാത്രമല്ല, വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചു വന്നിരുന്ന വസ്തുക്കളെയും അതുപോലെ തന്നെ വ്യക്തികളെയും എല്ലാം അല്ലാഹുവിന് പുറമേ അവർ ആരാധിച്ചിരുന്ന ആരൊക്കെയുണ്ടോ അതിൽ മഹാത്മാക്കളുണ്ട്, അതുപോലെ തന്നെ മലക്കുകളുണ്ട്, ഈസാ അലൈഹിസ്സലാം ഉണ്ട്, ഉസൈർ അലൈഹിസ്സലാം ഉണ്ട്, അതുപോലെ തന്നെ ധാരാളം ആളുകളുണ്ട്, അങ്ങനെയുള്ള മഹത്തുക്കളുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള അചേതന വസ്തുക്കളുണ്ട്, ജീവനില്ലാത്തവയുണ്ട്, കല്ലുകളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, അതുപോലെയുള്ള പല വസ്തുക്കളുമുണ്ട്. അപ്പോൾ ജിന്നുകളുണ്ട്, ശൈത്താന്മാരുണ്ട്, പിശാചുക്കളുണ്ട്. അങ്ങനെ ആരൊക്കെ ആരാധിച്ചുവോ എല്ലാവരെയും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം അല്ലാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ച് നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. വയൗമ യഹ്ശുറുഹും, അവരെ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ അവർ ആരെയൊക്കെ ആരാധിച്ചിരുന്നുവോ, ഏതൊക്കെ വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നുവോ അവരെയും നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അള്ളാഹു വളരെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം എന്താണ് അവിടെ നടക്കുന്നത്. ഫയഖൂലു, എന്നിട്ട് അവൻ പറയും, അള്ളാഹു പറയും, അള്ളാഹു ചോദിക്കും. ഈ ആരോടാ ചോദിക്കുന്നത്? ആരെയൊക്കെയാണോ ഈ ആളുകൾ ആരാധിച്ചത് ആ ആരാധ്യന്മാരോട് ചോദിക്കുകയാണ്. അഅൻതും അദ്ലൽതും ഇബാദി ഹൗലാഇ അം ഹും ضلوا السبيل. അഅൻതും, നിങ്ങളാണോ അദ്ലൽതും അൻതും അദ്ലൽതും, നിങ്ങളാണോ വഴിപിഴപ്പിച്ചത് ഇബാദി ഹൗലാ, എന്റെ ഇക്കൂട്ടരായ എന്റെ ഈ അടിമകളെ നിങ്ങളാണോ വഴിപിഴപ്പിച്ചത്? അം, അതല്ല, ഹും, അവർ തന്നെയും ضلوا السبيل, അവർ തന്നെ വഴിപിഴച്ചതാണോ? നിങ്ങളുടെ ആരുടെയും പ്രേരണയില്ലാതെ തന്നെ അവർ സ്വയം വഴിപിഴച്ചതാണോ? അതോ നിങ്ങളാണോ അല്ലാഹുവിന് പുറമേ, എനിക്ക് പുറമേ നിങ്ങളെ ആരാധിക്കണമെന്നും നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്നും നിങ്ങളോട് സഹായം തേടണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആരാധനയുടെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെ നിങ്ങളിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ടാണോ അവരങ്ങനെ ചെയ്തത്? അങ്ങനെ നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളവർക്ക് അലങ്കാരമാക്കി കാര്യങ്ങൾ തോന്നിപ്പിച്ചു കൊടുത്തുകൊണ്ടാണോ അവർ നിങ്ങളെ ആരാധിച്ച് പഴച്ചുപോയത്? അതോ അംഹും ضلوا السبيل, അതോ അവര് തന്നെ നിങ്ങളുടെ ഒരു പ്രേരണയൊന്നും കൂടാതെ തന്നെ അവര് തന്നെ സ്വയം അങ്ങ് ചിന്തിച്ചിട്ട് നിങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും നിങ്ങളെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് അവര് സ്വയം വഴിപിഴച്ചു പോയതാണോ എന്ന് ആരാധ്യരായ ആളുകളോട് അഥവാ ആരാധിക്കപ്പെട്ട ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന രംഗം മഹ്ശറിൽ വരുന്നു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറയുന്നത്. വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി ഫയഖൂലു അഅൻതും അദ്ലൽതും. അദല്ല എന്ന് പറഞ്ഞാൽ പഴപ്പിച്ചു എന്നാണ്. അദ്ലൽതും, നിങ്ങൾ പഴപ്പിച്ചതാണോ? നിങ്ങളാണോ പഴപ്പിച്ചത്? ഇബാദി ഹൗലാ, ഇക്കൂട്ടരായ എന്റെ അടിമകളെ. ആരാണ് ഈ കൂട്ടർ എന്ന് പറയുന്നത്? ഈ മഹാന്മാരെയും മഹത്തുക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ച് അവർക്ക് ഇബാദത്തുകൾ ചെയ്ത
ഉദാഹരണത്തിന് ഈസാ അലൈഹിസ്സലാമിനെയും ഉസൈർ അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ മലായിക്കത്തുകളെയും അതുപോലെ തന്നെ മറ്റുള്ള മഹാത്മാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ള ആളുകളെ ചൂണ്ടിക്കൊണ്ടാ ചോദിക്കുന്നത്, ഇവരെയൊക്കെ നിങ്ങളാണോ പിഴപ്പിച്ചത്? അതായത് നിങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നുവോ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ തന്നോളൂ, ഞങ്ങൾ നിങ്ങളുടെ രക്ഷകനായിട്ട് ദുന്യാവിലും ആഖിറത്തിലും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ പ്രേരിപ്പിച്ച് അങ്ങനെ നിങ്ങളുടെ വാക്ക് കേട്ടിട്ടവര് പഴച്ചതാണോ? അതാണ് അൻതും അദ്ലൽതും ഇബാദീ ഹഉലാ, ഇക്കൂട്ടരായ എന്റെ അടിമകളെ നിങ്ങൾ പഴപ്പിച്ചതാണോ? നിങ്ങളാണോ പഴപ്പിച്ചത്? അം അതല്ല ഹും വല്ലുസബീൽ, അവര് തന്നെ വഴിതെറ്റിപ്പോയതാണോ? നിങ്ങൾ പഴപ്പിച്ചതൊന്നുമല്ല, അവരായിട്ട് വഴി പഴച്ചു പോയതാണോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യം മഹ്ശറിൽ വെച്ച് ചോദിക്കപ്പെടുന്ന നേരത്ത് സഹോദരന്മാരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അവിടെ വെച്ച് ആ മഹാത്മാക്കൾ മറുപടി പറയാണ്, ഖാലൂ സുബ്ഹാനക മാ കാന യംബഗീ ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ. ഖാലൂ, അവര് പറയുന്നു, സുബ്ഹാനക്, നീ മഹാപരിശുദ്ധൻ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാണ്. മാ കാന യംബഗീ ലനാ, ഞങ്ങൾക്കൊരിക്കലും അനുയോജ്യമല്ലല്ലോ. മാ കാന യംബഗീ ലനാ, ഞങ്ങൾക്കൊരിക്കലും അനുയോജ്യമായ കാര്യമായിരുന്നില്ല. എന്ത്? അന്നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, അന്നത്തഖിദ ഞങ്ങൾ സ്വീകരിക്കുക എന്നത്, ഇത്തഖദ സ്വീകരിച്ചു. മാ കാന യംബഗീ ലനാ, ഞങ്ങൾക്ക് അനുയോജ്യമായ കാര്യമായിരുന്നില്ല തന്നെ. എന്ത്? അന്നത്തഖിദ ഞങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്, മിൻ ദൂനിക നിനക്ക് പുറമേ, മിൻ ഔലിയാ രക്ഷാധികാരികളെ, വല്ല രക്ഷാധികാരികളെയും നിനക്ക് പുറമേ സ്വീകരിക്കുക എന്നുള്ളത്, രക്ഷാകർത്താക്കളെയും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് തന്നെയും അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. എന്ത്? നിന്നെ അല്ലാതെ ആരാധിക്കാൻ പാടുണ്ട് എന്നോ, നിന്നോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്നോ, നിനക്കല്ലാതെ ഇബാദത്തിന്റെ എന്തെങ്കിലും ഒരംശം തിരിക്കാൻ നിന്നിലേക്കല്ലാതെ പാടുണ്ട് എന്നോ ഞങ്ങൾ ആരും ഒരിക്കലും വിചാരിച്ചവരല്ല. ഞങ്ങളുടെ കാര്യം തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷ്മതയോടെ വിശ്വാസം അനുഷ്ഠിക്കുകയും നിന്നെ മാത്രം ആരാധിക്കുകയും നിന്നെ മാത്രം വലിയായി അഥവാ രക്ഷാധികാരിയായി സ്വീകരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ. അങ്ങനത്തെ ഞങ്ങൾ എങ്ങനെയാണ് റബ്ബേ ഇവരോട് നിങ്ങൾ അല്ലാഹ്ക്ക് പുറമേ നിനക്ക് പുറമേ ഞങ്ങളെ ആരാധിക്കണേ എന്ന് ഞങ്ങൾ ഇവരോട് പറയില്ലല്ലോ. ഇതാണ് അവരാ പറയുന്നതിന്റെ ധ്വനി. അതാണ് അവർ പറയുന്നത്, മാ കാന യംബഗീ ലനാ, ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല അന്നത്തഖിദ ഞങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്, മിൻ ദൂനിക നിനക്ക് പുറമേ, മിൻ ഔലിയാ രക്ഷാധികാരികളെ. അപ്പൊ യാതൊരുവിധ രക്ഷാകർത്താക്കളെയും നിനക്ക് പുറമേ സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. ആ മറുപടി എന്താണ് നമുക്ക് മനസ്സിലാകാതെ പോകരുത്. വാസ്തവത്തിൽ നിങ്ങൾ എന്തിനാ എനിക്ക് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചത് നല്ലല്ലോ അള്ളാഹ് അവരോട് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ മറുപടി വളരെ കൃത്യമാണ്. പക്ഷെ ഇവിടെ ചോദ്യം എന്തായിരുന്നു? നിങ്ങളാണോ ഇവരെ പഴപ്പിച്ചത്? അഥവാ നിങ്ങളെ രക്ഷാധികാരികളാക്കാനും നിങ്ങളെ ആരാധിക്കാനും ഒക്കെ നിങ്ങളാണോ ഇവരോട് പ്രേരിപ്പിച്ചത് എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതിനവരുടെ മറുപടി എന്താ? ഞങ്ങൾ നിനക്ക് പുറമേ ഒരു രക്ഷാധികാരികളെ സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് അനുയോജ്യമല്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം? ഞങ്ങൾ തന്നെയും നിന്നെ വളരെ ഭയപ്പെട്ട് നിന്നെ മാത്രം ആരാധിച്ച് തൗഹീദിന്റെ വളരെ കൃത്യമായ യഥാർത്ഥമായ പാതയിൽ അടിയുറച്ചു മുന്നേറിയ ആളുകളാണ്. ആ ഞങ്ങൾക്കെങ്ങനെ ഞങ്ങളെ നിനക്ക് പുറമെ ആരാധിക്കണമെന്ന് ജനങ്ങളോട് പറയാനാകും? ഇതാണ് ആ മഹാന്മാര് പറയുന്നത്. അതാണ് മാ കാന യംബഗീ ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ. ഇതെല്ലാവരും അവിടെ പറഞ്ഞൊഴിഞ്ഞു മാറും. എല്ലാവരും ഒരു നിലക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ആരും ഞങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയൂല. പ്രേരിപ്പിച്ചവര് പോലും പറയൂല. മഹാരഥന്മാരായ അമ്പിയാക്കള്, ഈസാ അലൈഹിസ്സലാം, ഉസൈർ അലൈഹിസ്സലാം, മലക്കുകള്,
നല്ലവരായ ആളുകള്, സാലിഹീങ്ങള്, അവരൊക്കെ പിന്നെ അള്ളാന്റെ അടുക്കൽ അത് പറയുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അതേ അവസരത്തിൽ, കാരണം അവരാരും ദുന്യാവിൽ വെച്ച് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ അവരെ വിളിച്ച് നിങ്ങൾ വിളിച്ച് സങ്കടം പറഞ്ഞോളൂ എന്നൊന്നും പറഞ്ഞവരല്ല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്നെ വിളിച്ചോളൂ, എന്റെ മാതാവിനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടില്ല. ആരും പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. എന്നിട്ട് ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പല വലിയ ആളുകളെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അവരാരും പറഞ്ഞവരല്ല, നമുക്കറിയാലോ. അപ്പൊ അവര് പരലോകത്ത് ഇങ്ങനെ പറയുന്നതിൽ യാതൊരു പുതുമയും നമുക്കില്ല. കാരണം അവർ സത്യസന്ധമായിട്ട് അവർ പരലോകത്ത് അള്ളാഹുവിനോട് അത് പറയും. അതേ അവസരത്തിൽ ഇവിടെ അള്ളാഹുവിന് പുറമേ നിങ്ങൾ ഞങ്ങളെയൊക്കെ ആരാധിച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ അതിന് പ്രേരണ കൊടുത്ത ശക്തികളുണ്ടല്ലോ ഈ ഭൂമിയില്. പിശാചുക്കളുണ്ട്, ആ രൂപത്തിലുള്ള ശൈത്താന്മാരുണ്ട്, ദുർമൂർത്തികളുണ്ട്, പല രൂപത്തിലുള്ള ആളുകളുമുണ്ടല്ലോ, ആൾ ദൈവങ്ങളുണ്ട്. അവരെ ആരാധിക്കാനും അവരെ പൂജിക്കാനും ഒക്കെ ആവശ്യപ്പെട്ടവർ, അവരും പരലോകത്ത് ഒഴിഞ്ഞു മാറും. അവരും പറയും ഈ ദൈവാചകങ്ങള് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ കൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ. അതൊക്കെ നമുക്ക് ശേഷമുള്ള ആയത്തുകളിൽ വളരെ കൃത്യമായി അല്ലാഹു തആല പറയുന്നുണ്ട്. ഗൗരവത്തോടെ നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണിത്. അപ്പൊ സഹോദരങ്ങളെ, നമുക്ക് ആയത്തിലേക്ക് തന്നെ മടങ്ങാം. അവർ പറയുന്ന മറുപടി എന്താണ്? സുബ്ഹാനക്, നീ മഹാപരിശുദ്ധൻ. മാ കാന യംബഗീ ലനാ, ഞങ്ങൾക്ക് അനുയോജ്യമല്ലല്ലോ, അനുയോജ്യമായിരുന്നില്ല ഞങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. മിന്ദൂനിക്ക, നിന്നെ കൂടാതെ, മിന്ന ഉലിയാ, യാതൊരു രക്ഷാധികാരികളെയും സ്വീകരിക്കൽ ഞങ്ങൾക്ക് അനുയോജ്യമായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് പിന്നെ ഞങ്ങളെ നിനക്ക് പുറമെ ആരാധിക്കണമെന്ന് ഞങ്ങൾ പറയുക? അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. വലാകിൻ മത്തഅതഹും, പിന്നെ എന്താ ഉണ്ടായത്? വലാകിൻ, പക്ഷേ മത്തഅതഹും, അല്ലാഹുവേ നീ അവർക്ക് സുഖം അനുഭവിപ്പിച്ചു, നീ അവർക്ക് ധാരാളം കാലം സുഖഭോഗം നൽകി, നീ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഭൂമിയിൽ കൊടുത്തു. ഈ ആളുകൾക്ക് മത്തഅ, സുഖിപ്പിച്ചു, ആസ്വദിപ്പിച്ചു, സുഖ സൗകര്യങ്ങൾ, സുഖഭോഗങ്ങൾ നൽകി എന്നാണ് മത്തഅ. മത്തഅ യുമത്തിഉ, മത്തഅതഹും, നീ അവർക്ക് സുഖ സൗകര്യങ്ങൾ നൽകി. അവർക്ക് മാത്രമല്ല, വആബാഅഹും, അവരുടെ പിതാക്കൾക്കും, നീ അവർക്കും അവരുടെ പിതാക്കൾക്കും ധാരാളം സുഖം നൽകി. ദുന്യാവിൽ ഒരുപാട് സുഖങ്ങൾ, അങ്ങനെ ആർഭാടവും സൗകര്യങ്ങളും സുഖങ്ങളുമൊക്കെ ഇഷ്ടം പോലെ അങ്ങ് കിട്ടിയപ്പോ ഹത്താ നസു ദിക്റ, ഹത്താ നസു, അവര് മറന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവർ ഉപേക്ഷിച്ചു. അദ്ദിക്റ, അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ നിന്റെ പ്രവാചകന്മാരിലൂടെ നീ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ശുദ്ധമായ തൗഹീദ് എന്ന് പറയുന്ന ആ ഉത്ബോധനം. അദ്ദിക്ർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാരഥന്മാരായ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച ഉത്ബോധനമാണ്. ആ ഉത്ബോധനത്തിന്റെ ഏറ്റവും വ്യക്തവും ശക്തവും പ്രഥമവുമായ ആദർശം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദ്, കൃത്യമായ തൗഹീദ്. അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിക്കരുത്, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാര്യമില്ല എന്ന കൃത്യമായ തൗഹീദ്. ആ തൗഹീദ് ഈ ജനങ്ങൾ അങ്ങ് മറന്നു കളഞ്ഞു. ഈ ദുന്യാവിൽ അവർക്ക് സുഖം, അവരെ പിതാക്കൾക്കും അവർക്കൊക്കെ നല്ല സുഖവും സൗകര്യമൊക്കെ അങ്ങനെ കിട്ടിയപ്പോ അവർ നിന്റെ ഉത്ബോധനങ്ങളും തൗഹീദൊക്കെ അവർ മറന്നു കളഞ്ഞു റബ്ബേ. അതാണ് സംഭവിച്ചത്. അവരല്ലാഹുവിന്റെ മുമ്പിൽ പറയുകയാണ് ഹത്താ നസു ദിക്റ, മാത്രമല്ല വകാനൂ ഖൗമൻ ബൂറാ, വകാനൂ, അവരായി തീർന്നു, ഖൗമൻ, ഒരു ജനതയായി തീർന്നു, ബൂറാ, ബൂറ എന്ന് പറഞ്ഞാൽ ഹൽക, നശിച്ച ഒരു സമുദായമായി അവർ മാറി. ഏറ്റവും നാശം പിടിച്ച ഒരു കൂട്ടരായി അവർ മാറുകയാണ് ഉണ്ടായത്. നശിച്ച ഒരു ജനതയായി തീരുകയാണ് അവർ ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ആളുകൾ, ആരാധിക്കപ്പെട്ട ആളുകൾ പടച്ചതമ്പുരാന്റെ മുമ്പിൽ കേസ് പറയും, അല്ലെങ്കിൽ മറുപടി പറയും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച ആളുകളും അവരാരെയൊക്കെയാണോ ആരാധിച്ചത് അവരെയും മഹ്ശറിൽ കൊണ്ടുവരുന്ന രംഗമാണ് അല്ലാഹു ഇവിടെ ഈ പറയുന്നത്. ഇതിൽ ഈസാ അലൈഹിസ്സലാമും അതുപോലെ തന്നെ ഉസൈർ അലൈഹിസ്സലാമും മലക്കുകള്, അതുപോലെ തന്നെ മറിയം ബീവി പോലെയുള്ള ശുദ്ധാത്മാക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളോടും ഈ ചോദ്യമുണ്ട്, അവരോടൊക്കെ ചോദ്യമുണ്ട്. കാരണം അത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ സൂറത്തുൽ മായിദയിലെ 116, 117 ആയത്തുകളിൽ അല്ലാഹു വളരെ കൃത്യമായിട്ട് തന്നെ അവരെ പേരെടുത്തുകൊണ്ട് പറയുന്നുണ്ട്. എന്ത്?
ഈസ നബിയോടും മാതാവായ മറിയം ബീവിയോടും പരലോകത്ത് വെച്ച് സ്പെഷ്യലായി അള്ളാഹു ഇതിനെക്കുറിച്ച് ചോദിക്കും എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, നമ്മൾ കേൾക്കണം. അള്ളാഹു പറയാണ്, وَإِذْ قَالَ اللَّهُ يَا عِيسَى ابْنَ مَرْيَمَ أَأَنْتَ قُلْتَ لِلنَّاسِ اتَّخِذُونِي وَأُمِّيَ إِلَٰهَيْنِ مِن دُونِ اللَّهِ قَالَ سُبْحَانَكَ مَا يَكُونُ لِي أَنْ أَقُولَ مَا لَيْسَ لِي بِحَقٍّ إِن كُنتُ قُلْتُهُ فَقَدْ عَلِمْتَهُ تَعْلَمُ مَا فِي نَفْسِي وَلَا أَعْلَمُ مَا فِي نَفْسِكَ إِنَّكَ أَنْتَ عَلَّامُ الْغُيُوبِ مَا قُلْتُ لَهُمْ إِلَّا مَا أَمَرْتَنِي بِهِ أَنِ اعْبُدُوا اللَّهَ رَبِّي وَرَبَّكُمْ. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹു പറയാണ്, വഇദ് ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗം, ചോദിക്കുന്ന സന്ദർഭം, യാ ഈസ ഇബ്ന മറിയമ, ഓ മറിയമിന്റെ പുത്രൻ ഈസാ. മഹ്ശറിൽ വെച്ച് പ്രത്യേകം ഈസ നബിയോട് ചോദ്യം നമ്മൾ പഠിക്കണം. എന്താ ചോദ്യം? അഅൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവോ? എന്ത് പറഞ്ഞിരുന്നുവോ? ഇത്തഖിദൂനി, നിങ്ങൾ എന്നെ സ്വീകരിക്കണേ, വ ഉമ്മിയ, എന്റെ മാതാവിനെയും, ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ ഞങ്ങളെ നിങ്ങൾ ആരാധ്യരായി സ്വീകരിക്കണേ എന്ന് നീ പറഞ്ഞിരുന്നുവോ? നിന്റെ ഉമ്മയും പറഞ്ഞിരുന്നുവോ? കാല, അപ്പോൾ ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറയുന്ന മറുപടിയാണ് പറയുന്നത്, സുബ്ഹാനക, നീ മഹാപരിശുദ്ധൻ, മാ യകൂനു ലീ, എനിക്ക് പറ്റില്ലല്ലോ, അന്നഖൂല മാ ലൈസ ലീ ബിഹഖിൻ, സത്യമല്ലാത്ത ഒന്ന് പറയാൻ ഞാൻ ആളല്ലല്ലോ. സത്യമല്ലാത്തതൊന്ന് ഞാൻ എങ്ങനെയാണ് റബ്ബേ ഞാനത് പറയുക? എനിക്കതിന് പറ്റില്ലല്ലോ. ഇനി അഥവാ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാനെങ്ങാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ അറിയുമായിരുന്നുവല്ലോ. കാരണം തഅലമു മാ ഫീ നഫ്സി, എന്നിലുള്ളതെല്ലാം നീ അറിയുന്നവനാണ്. അതേ അവസരത്തിൽ വലാ അഅലമു മാ ഫീ നഫ്സിക, നിന്റെ നഫ്സിലുള്ളത്, നിന്നിലുള്ളത് ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ എന്നിലുള്ളതൊക്കെ നിനക്കല്ലേ അറിയാ, നീ എല്ലാം അറിയുന്നവനല്ലേ. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ എല്ലാ ദൃശ്യങ്ങളെയും വളരെ കൃത്യമായി അറിയുന്നവനാണല്ലോ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്തൊന്നവരോട് ഞാൻ പഠിപ്പിക്കാനാണോ കൽപ്പിച്ചതെങ്കിൽ അതല്ലാത്ത ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താണത്? അനിഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹനെ മാത്രം ആരാധിക്കണേ. ഇത് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവരിൽ ഉള്ളിടത്തോളം ഞാൻ അവരോട് അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നീ നിന്നിലേക്ക് നീ എന്നെ സ്വീകരിച്ചതിന്റെ ശേഷം, എന്നിലേക്ക് നീ എന്നെ ഏറ്റെടുത്ത് നീ എന്നിലേക്ക് ഉയർത്തുകയും അതുപോലെ തന്നെ പിന്നീട് മരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ. നിനക്കല്ലേ അതറിയുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വസ്തുനിഷ്ഠമായി അല്ലാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറയുമെന്ന് സൂറത്തുൽ മാഇദയുടെ 116, 117 ആയത്തുകളിൽ സവിസ്തരം അല്ലാഹു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അത് അറിഞ്ഞിട്ടില്ല. ഈസ നബി അലൈഹിസ്സലാം മറിയം ബീവിയൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത് പറഞ്ഞിട്ടില്ലല്ലോ റബ്ബേ. പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്കതറിയാമല്ലോ. ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഇതായിരുന്നു അവരുടെ അവസ്ഥ. എന്നാൽ ഫലമ്മാ തവഫൈതനി കുൻത അൻത റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ശൈഇൻ ഷഹീദ്. റബ്ബേ, പിന്നീട് എൻ്റെ കാലശേഷം അവരിൽ എന്താണ് നടന്നതെന്ന് എനിക്കല്ലല്ലോ അറിയുക, നീയല്ലേ ദൃക്സാക്ഷിയായിട്ടുള്ളവൻ എന്നൊക്കെ പറഞ്ഞ്
ആ നിരപരാധിത്വം വളരെ കൃത്യമായി അള്ളാഹുവിന്റെ കോടതിയിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധ്യപ്പെടുത്തുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, ഇതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോടും ചോദിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സബയിലെ 40-41 ആയത്തുകളിലൂടെയും കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സബയിൽ അല്ലാഹു തആല പറയാണ്, വയൗമ യഹ്ശുറുഹും ജമീഅൻ ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون. വളരെ കൃത്യമായി അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു ഇവിടെയും വയൗമ യഹ്ശുറുഹും ജമീഅ, അവരെ മുഴുവനുമായി നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അഥവാ ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും മഹ്ശറിൽ കൊണ്ടുവരപ്പെടുന്ന ദിവസം, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. സുമ്മ യഖൂലു, എന്നിട്ട് അല്ലാഹ് ചോദിക്കും, ലിൽ മലായികത്തി, ഇപ്പൊ നേരത്തെ ഈസാ നബിയോട് ചോദിച്ചതുപോലെ ഇവിടെ മലക്കുകളോടും ചോദിക്കുകയാണ്, അഹഉലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ, അഹഉലാഇ ഇക്കൂട്ടർ ഇയ്യാകും നിങ്ങളെയായിരുന്നുവോ, കാനൂ യഅ്ബുദൂന അവർ ആരാധിച്ചിരുന്നത്, നിങ്ങളെയാണോ അവർ ആരാധിച്ചിരുന്നത്? മലക്കുകളെ, നിങ്ങൾക്കറിയാമോ ഇവർ ഈ നിൽക്കുന്ന ഇക്കൂട്ടർ നിങ്ങളെയാണോ ആരാധിച്ചിരുന്നത് എന്ന് മലക്കുകളോട് ചോദിക്കുമ്പോൾ, ഖാലൂ, മലക്കുകളുടെ മറുപടിയും സുബ്ഹാനക്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് അവരും മറുപടി പറയുന്നത്, നീ മഹാപരിശുദ്ധൻ, അൻത വലിയുനാ മിൻ ദൂനിഹിം, നീയായിരുന്നല്ലോ, നീയാണല്ലോ അവർക്ക് പുറമെ ഞങ്ങളുടെ രക്ഷാധികാരികൾ, അവരെ അല്ലല്ലോ ഞങ്ങളുടെ രക്ഷാധികാരികൾ, നീയല്ലേ ഞങ്ങളുടെ രക്ഷാധികാരി, നിനക്കറിയാമല്ലോ ഞങ്ങളുടെ വിശ്വാസം, നിനക്കറിയാമല്ലോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ, അതുകൊണ്ട് അവർ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല, ഞങ്ങളതറിഞ്ഞിട്ടില്ല, ഞങ്ങളത് അവരോട് കൽപ്പിച്ചിട്ടില്ല, പിന്നെ അവരാരെയാ പൂജിച്ചതും ആരാധിച്ചതുമൊക്കെ, ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, അവർ ജിന്നുകളെ ആരാധിക്കുന്നവരായിരുന്നു. ജിന്നുകൾ എന്ന് പറയുന്ന പ്രത്യേകമായ വർഗം, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വർഗം, അതിലും നല്ലവരുണ്ട്, ദുഷിച്ചവരുണ്ട്. മനുഷ്യരിലും നല്ലവരും ദുഷിച്ചവരും ഉള്ളതുപോലെ അവരിലെ വൃത്തികെട്ടവരും മനുഷ്യരിലെ വൃത്തികെട്ടവരും അവർക്കൊന്നിച്ചു പറയുന്ന പേരാണ് ശയാത്തീൻ. ശൈത്താൻ എന്ന മനുഷ്യരിലെ ശൈത്താന്മാർക്ക്, മനുഷ്യരിലെ വൃത്തികെട്ടവർക്കും വളരെ മോശക്കാരായവർക്കും, ജിന്നു വിഭാഗത്തിലെ ഏറ്റവും മോശക്കാരായവർക്കും ശൈത്താൻ എന്ന് തന്നെയാണ് പറയാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യ ജിന്ന് വർഗങ്ങളിൽപ്പെട്ട ഞങ്ങളുടെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന ശൈത്താന്മാർ, അത്തരത്തിലുള്ള ആളുകളുടെ ഷർറിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ശയാത്തീനൽ ജിന്നി വൽ ഇൻസി എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരും ജിന്നുകളുമാകുന്ന ശൈത്താന്മാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയാണ് ഇവർ പൂജിച്ചത്, ശൈത്താന്മാരെയാണ് ഇവർ പൂജിച്ചത്, അവർ പിശാചുക്കളെയാണ് ആരാധിച്ചത്. കാരണം ആർക്ക് ആരാധനകൾ കൊടുത്താലും ശൈത്താന്റെ പ്രേരണയാലാണ് അത് ചെയ്യുന്നത്. നേർക്ക് നേരെ ശൈത്താനെ പൂജിക്കുന്ന ആളുകളുണ്ട്, അവിടെയൊക്കെ നാടുകളിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ. പല മുസ്ലിം പേരുകൾ വരെ, അറബി പേരുകൾ വരെ അവർ ചില പിശാചുക്കൾക്ക് കൊടുക്കും. ചേക്കുട്ടി പാപ്പ, കോയസം പാപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചില ശൈത്താന്മാർക്ക് മാപ്പിള പേരുകൾ നൽകും. എന്നിട്ട് അങ്ങനെ ചേക്കുട്ടി പാപ്പാനെ ആരാധിക്കുന്നവര്, കോയസനെ ആരാധിക്കുന്നവര്, ഇതുപോലെ തന്നെ അങ്ങനെയുള്ള പല ആളുകളെ, അങ്ങനെ ജിന്നുകളുടെ പേരുകൾ, ചില പ്രത്യേകമായ ജിന്നുകളുടെ പേരിട്ടിട്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ മൗലിദ് കിതാബുകളിലും മാലപ്പാട്ടുകളിലുമൊക്കെ ചില ജിന്നുകളാണ്, മലക്കുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ആളുകളുടെ പേരുകൾ അവർ പരിചയപ്പെടുത്തുന്നത്. അത് അള്ളാഹു പരിചയപ്പെടുത്തിയതോ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയതോ ഒന്നുമല്ല. അവർക്ക് പൈശാചികമായ ദുർബോധനങ്ങളുടെ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയ ചില നാമങ്ങളാണ്. എന്നിട്ട് അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരിൽ തവക്കുലാക്കുക, അവരിൽ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, അവരെ പ്രസാദിപ്പിക്കുക, അവർക്ക് വേണ്ട രൂപത്തിലുള്ള ചില പ്രത്യേകമായ ദിക്റുകളും അത്തരത്തിലുള്ള ചില മന്ത്രങ്ങളുമൊക്കെ ഉരുവിട്ട് അവരെ തൃപ്തിപ്പെടുത്തുക.
ഇങ്ങനെയുള്ള പല മാരണക്കാരുടെയും സിഹിർ പ്രവർത്തിക്കുന്നവരുടെയും അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും ചില കാര്യസാധ്യങ്ങൾ നേടിയെടുക്കാമെന്ന് ആഗ്രഹിക്കുന്ന, ദോഷബാധയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ ഏത് കാലത്തും പൂജിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ആരോട്? ജിന്നുകളോട് അഥവാ പിശാചുക്കളോട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ മലക്കുകൾ പറയണം അവർ ഞങ്ങളെ ആരാധിച്ചിട്ടില്ല, കാരണം ഞങ്ങളത് പറഞ്ഞിട്ടില്ല. പിന്നെ അവർ ആരാധിച്ചിരുന്നത് ആരെയാണ്? ജിന്നുകളെയാണ് അവർ ആരാധിച്ചിരുന്നത്. കാരണം ആരെ ആരാധിക്കാനുമുള്ള പ്രോത്സാഹനങ്ങൾ അഥവാ അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നേർച്ച വഴിപാടുകൾ നൽകാനും ഒക്കെയുള്ള വസ്വാസുകളും പ്രേരണകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുക്കുന്നതാരാ? ശൈത്താന്മാരാണ്. അതുകൊണ്ട് ആരെ ആരാധിച്ചാലും ശൈത്താനെ ആരാധിച്ചു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ശൈത്താന്റെ പ്രേരണയാലാണ് ഇവരെയൊക്കെ ആരാധിക്കുന്നത്. അവരെയും ആരാധിക്കുന്നു, അതോടൊപ്പം ശൈത്താനെയും ആരാധിക്കണം. മലക്കുകൾ കൊടുക്കുന്ന കേസാണത്. ബൽകാനു യഅ്ബുദൂനൽ ജിന്ന, അവർ ജിന്നുകളെയായിരുന്നു ആരാധിച്ചിരുന്നത്. മാത്രമല്ല അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവരിൽ അധിക പേരും ആ ജിന്നുകളെ കുറിച്ച് വഴിവിട്ട വിശ്വാസം വിശ്വസിക്കുന്നവരായിരുന്നു. ആ ജിന്നുകളെ കുറിച്ച്, ആ ജിന്നുകൾക്ക് അദൃശ്യമായ രൂപത്തിൽ ഇവരെ എവിടെ വെച്ച് വിളിച്ചു പ്രാർത്ഥിച്ചാലും, ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് ഏത് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിച്ചാലും ആ ജിന്നുകളൊക്കെ കേൾക്കാനും സഹായിക്കാനും ഉത്തരം ചെയ്യാനും കഴിവുണ്ടെന്നും അവരുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിവുണ്ടെന്നും ആ രൂപത്തിലുള്ള ഒരുപാട് ഇല്ലാത്ത രൂപത്തിലുള്ള കഴിവുകൾ അവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് അവരിൽ വിശ്വസിച്ചിരുന്ന, അവരിൽ പ്രതീക്ഷയർപ്പിച്ചിരുന്ന ആളുകളായിരുന്നു ഇവരൊക്കെ. അതാണ് മലക്കുകൾ പറയുന്നത് അക്സറുഹും, അവരിൽ അധിക പേരും. കുറെ ആൾക്കാർ ഇത് കഥയൊന്നും അറിയാതെ പാരമ്പര്യമായിട്ട് കിട്ടിയ നിലക്ക് പിശാചിനെ പൂജിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഭൂരിപക്ഷവും അക്സറുഹും ബിഹിം, അവരിൽ അധിക പേരും മുഅ്മിനൂന, ഈ പിശാചുക്കളിൽ ഇത്തരത്തിലുള്ള ആളുകളിൽ കൃത്യമായി വിശ്വസിക്കുന്നവരായിരുന്നു. അങ്ങനെ അവർക്കാണ് അവർ പൂജകളും വഴിപാടുകളും കൊടുത്തത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് മഹാരഥന്മാരായ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പറയും. കണ്ടോ? അപ്പൊ മലക്കുകളും തോളഴിയുകയാണ്. മലക്കുകളും അള്ളാഹുവിന്റെ കോടതിയിൽ അവരും പറയുമെന്ന് ഞങ്ങളും അത് അറിഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, ഇത് ലോകത്ത് എല്ലാ ആളുകളും ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ എല്ലാവരും ഇതേപോലെ ഒഴിഞ്ഞു മാറും. അവരാരാധിച്ച ആരാധനയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, അല്ലാ ഞങ്ങൾ അവരോടത് കൽപ്പിച്ചിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിച്ചിട്ടില്ല, ഇവർ ഞങ്ങളുടെ പേരിൽ ആരോപിച്ചതാണ് എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യൂനുസിലെ 28, 29, 30 ആയത്തുകൾ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വ്യാഖ്യാനിച്ച് നമുക്ക് വളരെ ക്ലിയർ ആക്കി തരികയാണ് വിഷയങ്ങൾ. കേട്ടോളൂ, സൂറത്ത് യൂനുസിലെ ആ 3 വചനങ്ങൾ. വയൗമ നഹ്ശുറുഹും ജമീഅ, കണ്ടോ? എല്ലായിടത്തും അസമാനമായ പ്രയോഗം നോക്കൂ നിങ്ങൾ. എല്ലായിടത്തും എല്ലാവരും ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്നു. വയൗമ നഹ്ശുറുഹും ജമീഅൻ സുമ്മ നഖൂലു ലില്ലദീന അശ്റകൂ മകാനകും അൻതും വശുറകാഉകും ഫസയ്യൽനാ ബൈനഹും وقال شركاؤهم ما كنتم إيانا تعبدون فكفى بالله شهيدا بيننا وبينكم إن كنا عن عبادتكم لغافلين هنالك تبلو كل نفس ما أسلفت وردوا إلى الله مولاهم الحق وضل عنهم ما كانوا يفترون. അല്ലാഹു പറയാണ്, വളരെ കൃത്യമായി പറയാണ് സഹോദരങ്ങളെ, വയൗമ നഹ്ശുറുഹും ജമീഅ, നാം അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ആരാധിച്ചവരെയും ആരാധിക്കപ്പെട്ടവരെയും എല്ലാവരെയും പരലോകത്ത് മഹ്ശറിൽ കൊണ്ടുവരും. നമ്മൾ ആ രംഗം ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കൂ. മരണാനന്തരം ജനകോടികളെ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. സുമ്മ നഖൂലു, എന്നിട്ട് നാം പറയും, ലില്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്തവരോട് അഥവാ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്ത് പലരെയും ആരാധിച്ച ആളുകളോട് നാം പറയും, മക്കാനക്കും, നിൽക്കിനടാ അവിടെ. മക്കാനക്കും, സ്ഥലം വിട്ടു പോകരുത്, നിൽക്കവിടെ എന്നാണ് ആ പ്രയോഗം. നിങ്ങൾ മാത്രല്ല, അൻതും വശുറകാഉകും, നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും. അഥവാ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ
അവരെ മുഴുവനും അവിടെ രണ്ടു കൂട്ടരെയും അവിടെ നിർത്തുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ മഹാന്മാരായ ആളുകളെയും അല്ലാഹു അവിടെ ഭീഷണിപ്പെടുത്താണോ? അവരിതിന് തെറ്റുകാരല്ലല്ലോ. ഈസാ അലൈഹിസ്സലാം അത് കൽപ്പിച്ചിട്ടില്ലല്ലോ, മലക്കുകൾ കൽപ്പിച്ചിട്ടില്ലല്ലോ, പ്രവാചകന്മാര് മഹത്തുക്കള് അത്തരത്തിലുള്ള മഹാരഥന്മാരൊന്നും അതിന് കൽപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു പിന്നെ എന്തിനാ അവരെ അവിടെ വെച്ച് ആക്ഷേപിക്കുന്നത്? അവരെ ആക്ഷേപിക്കല്ല, മഹാന്മാരെ അവിടെ ആക്ഷേപിക്കാനല്ല ഈ ചോദ്യം. മഹാന്മാരെ അധിക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല ഈ ചോദ്യം. മറിച്ച് അവരെയൊക്കെ അവരറിയാതെ, അവരുടെ കൽപ്പനയില്ലാതെ അവരിൽ കളവുകൾ ആരോപിച്ചുകൊണ്ട് ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ നഷ്ടക്കച്ചവടമായിരുന്നു അവർ നടത്തിയിരുന്നത് എന്ന കൃത്യമായി ഈ ആളുകളെ, പാപികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സംഭാഷണമാണ് സഹോദരങ്ങളെ മഹാരഥന്മാരായ ആളുകൾ അവിടെ വിളിച്ചു കൂട്ടുന്നതിന്റെ ഉദ്ദേശം. അതല്ലാതെ അവരെ അവിടെ അള്ളാഹു അധിക്ഷേപിക്കല്ല. നമ്മൾ അങ്ങനെ ഒരിക്കലും തെറ്റായി മനസ്സിലാക്കരുത്. അപ്പൊ ഇവരെയും നിർത്തും, ഇവര് പങ്കാളികളാക്കിയിട്ടുള്ള ആളുകളെയും നിർത്തും. അതില് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പഠിപ്പിച്ചത് മാത്രം സമൂഹത്തോട് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകന്മാർക്കോ മഹാന്മാർക്കോ ഒന്നും അവിടെ ഒരു ശിക്ഷ ഉണ്ടാവില്ല. അവരെ അള്ളാഹു കുറ്റപ്പെടുത്തൂല, അവരെ ആക്ഷേപിക്കൂല. അതേ അവസരത്തിൽ ശിക്ഷക്ക് വിധേയാവ് ആരാണ്? നിങ്ങൾ അള്ളാഹ്ക്ക് പുറമെ ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ ആരാധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. പലരും പറയുന്നില്ലേ, നിങ്ങൾ ഞങ്ങളെ വിളിച്ചോളി. എവിടെണ്ടെങ്കിലും പല സൂഫികളായ ആളുകൾ വിശ്വസിക്കുന്ന പല ഔലിയാക്കന്മാരും അവരുടെ ഭാഷയിൽ അവരെന്താണ് സമൂഹത്തോട് പറയാറുള്ളത്? നിങ്ങൾക്ക് മശ്രിഖ് മഗ്രിബിന്റെ ഇടക്ക് എവിടെ വെച്ച് എന്തെങ്കിലും ആപത്തുകൾ വന്നാലും എന്നെ വിളിച്ചോളൂ എന്നൊക്കെയല്ലേ പറയുന്നത്. ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങളപ്പോ വിളിച്ച വിളിപ്പുറത്തോടിയെത്തും, നിങ്ങൾക്ക് കാവലായിട്ട് ഞങ്ങൾ ഉണ്ടാകും എന്നൊക്കെയല്ലേ പലരെ കുറിച്ചും അവർ പറയുന്നത്. അത് പറയാത്തവരുടെ പേരിൽ ആരോപിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അത് പറഞ്ഞ ആളുകളും ലോകത്തുണ്ടായിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും അങ്ങനെ അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ അല്ലാഹു വിടൂല. അള്ളാഹുവിന് പുറമെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ ഈ ലോകത്ത് വെച്ച് തന്നെ പ്രേരണ കൊടുത്ത, അതിനുവേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമച്ച ആളുകളെ അള്ളാഹു വിടൂല. അതേ അവസരത്തിൽ നിരപരാധികളായ പ്രവാചകന്മാരുണ്ടവിടെ, മലക്കുകൾ ഉണ്ടവിടെ, മഹാന്മാരുണ്ടവിടെ. അവരെ അല്ലാഹു തആല ഒരിക്കലും ഒരു നിലക്കും അവരെ ആക്ഷേപിക്കുകയില്ല. പക്ഷെ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ രണ്ടു കൂട്ടരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ നിൽക്കാൻ പറയും. എന്നിട്ടോ ഫസയ്യൽനാ ബൈനഹും, എന്നിട്ട് അവർക്കിടയിൽ നാം അങ്ങ് വേർതിരിക്കും, വേർപ്പെടുത്തും. ആ സമയത്ത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വഖാല ശുറകാഉഹും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. അന്നേരം പങ്കാളികളായ ആളുകൾ, അള്ളാഹുവിന് പുറമേയുള്ള പങ്കാളികളാണെന്ന് ഇവർ സ്ഥാപിച്ച ആളുകളുണ്ടല്ലോ, അവരവിടെ തോളൊഴിയും. അവർ അള്ളാന്റെ മുമ്പിൽ വെച്ച് പറയും മാ കുൻതും ഇയ്യാനാ തഅബുദൂൻ. ഇവരെ ചൂണ്ടിയിട്ട് പറയും, നിങ്ങളായിരുന്നില്ല ഇയ്യാനാ തഅബുദൂൻ, ഞങ്ങളെ ആരാധിച്ചിരുന്നവരായിരുന്നില്ല. നിങ്ങൾ ഞങ്ങൾ ആരാധിച്ചിട്ടില്ല, ഞങ്ങളത് അറിയൂല. ഞങ്ങൾ ആരാധിച്ചു ഇവിടെ പറയണ്ട, ഞങ്ങളതിന്റെ ആൾക്കാരായിട്ടില്ല, ഞങ്ങൾ നിങ്ങളോടത് പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ അവർ പറയും. ഫകഫാ ബില്ലാഹി ഷഹീദൻ ബൈനനാ വബൈനകും. കണ്ടോ അവരവിടെ വെച്ച് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായി കൊണ്ട് അല്ലാഹ് തന്നെ മതി. എന്തിന്? ഇൻ കുന്നാ അൻ ഇബാദതികും ലഗാഫിലീൻ. നിങ്ങൾ ഞങ്ങൾക്ക് ഇബാദത്തെടുത്തതിനെ കുറിച്ചൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നവർ തന്നെയാണ്. ഞങ്ങളതിന് ഉത്തരവാദികളല്ല, ഞങ്ങളത് അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതിന് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ സാക്ഷിയായിക്കൊണ്ട് അല്ലാഹ് തന്നെ മതി എന്ന് അവിടെ വെച്ചവര് റബ്ബിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നു. അവിടെ വെച്ചവർ മറുപടി പറയും. എന്നാൽ ഖുർആൻ തുടർന്ന് പറയാണ്, ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ സലഫത്ത്. അവിടെ വെച്ചതാ ഓരോരുത്തർക്കും ബോധ്യമാവുകയാണ്, ഓരോരുത്തർക്കും ശരിക്കും പരിചയിച്ചറിയാൻ പോകേട് എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയത്. ഞാൻ പെട്ടുപോയല്ലോ, ഇപ്പൊ ഇവിടെ എനിക്ക് ഒന്നും രക്ഷിക്കാൻ ആളെ കാണുന്നില്ലല്ലോ, അബദ്ധത്തിലായല്ലോ എന്നൊക്കെ അവിടെ വെച്ച് ബോധ്യമാകും. വറുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്. അവരുടെ ഏകനായ യഥാർത്ഥത്തിലുള്ള രക്ഷിതാവായ അല്ലാഹുവിലേക്ക് അവർ മടക്കപ്പെട്ടിരിക്കുകയാണ്. വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ.
അള്ളാഹുവിന്റെ പുറമെ അവർ ആരാധിച്ചിരുന്ന, അവര് കളവ് കെട്ടിച്ചമച്ച് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് അവരാരുടെയൊക്കെ പേരിൽ അവരൊക്കെ അവരുടെ രക്ഷകരും ആരാധ്യരുമാണെന്ന് കെട്ടിച്ചമച്ചു പറഞ്ഞിരുന്നുവോ, അവരൊക്കെ ഇതാ മഹ്ശറിൽ ഇവരിൽ നിന്ന് വിട്ടകന്നുപോയി. എല്ലാവരും ഇവരെ വിട്ട് വഴിമാറിപ്പോയി. എന്തൊരു നിസ്സഹായാവസ്ഥയായിരിക്കും പരലോകത്ത്. ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പൂജയും ആരാധനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടും ഒക്കെ കൊടുത്തു. പക്ഷെ അവര് പരലോകത്ത് രക്ഷകരായിട്ടുണ്ടാവോ? ഇല്ല. അവര് പറയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. സൂറത്തു മറിയമിൽ നോക്കിനി, സൂറത്തു മറിയമിൽ അല്ലാഹു തആല പറയുന്നുണ്ട് 82-ാമത്തെ ആയത്ത്, കല്ലാ സയക്ഫുറൂന ബിഇബാദതിഹിം വയകൂനൂന അലൈഹിം ളിദ്ദാ. പരലോക കോടതിയിൽ ആരൊക്കെ ആരെയൊക്കെ ആരാധിച്ചിരുന്നുവോ ആ ആരാധ്യന്മാരായ ആളുകൾ മുഴുവനും ഇവർ ചെയ്ത ഇബാദത്തിനെ പരലോകത്ത് വെച്ച് നിഷേധിച്ച് തള്ളിക്കളയും. വയകൂനൂന അലൈഹിം ളിദ്ദാ, തള്ളും എന്ന് മാത്രമല്ല, ഇവർ ആരെയൊക്കെ ആരാധിച്ചുവോ ആരാധിക്കപ്പെട്ട ആളുകളൊക്കെ പരലോകത്ത് ഇവർക്ക് ളിദ്ദായിട്ട് നിലകൊള്ളും, എതിരായിട്ട് വാദം സമർപ്പിക്കും. സൂറത്തു നഹ്ലിൽ കേട്ടോ, സൂറത്തു നഹ്ലിലെ 86-ാമത്തെ ആയത്തിൽ സമാനമായ സംഭവം കേട്ടോ. വഇദാ റഅല്ലദീന അശ്റകൂ ശുറകാഅഹും ഖാലൂ റബ്ബനാ ഹൗലാഇ ശുറകാഉനാ അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക فألقوا إليهم القول إنكم لكاذبون. സൂറത്തു നഹ്ലിലെ 86-ാമത്തെ ആയത്ത് അല്ലാഹ് വളരെ കൃത്യമായിട്ട് പറയാണ്. എത്ര ഗൗരവമാണ് വിഷയം, നമ്മൾ പഠിക്കണം. വഇദാ റഅല്ലദീന അശ്റകൂ, ശിർക്ക് ചെയ്ത ആളുകൾ കാണുന്ന നേരത്ത്, ആരെ കാണുന്ന നേരത്ത്? പരലോകത്ത് വെച്ച് ഇവർ ആരെയൊക്കെയാണോ ആരാധിച്ചിരുന്നത് അത്തരത്തിൽ പങ്കാളികളാണ്, റബ്ബിന്റെ പുറമെ ഇവരുടെ സഹായകരാണ്, രക്ഷകരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ആർക്കൊക്കെ ആരാധനകൾ സമർപ്പിച്ചിരുന്നുവോ ആ പങ്കാളികളെ പരലോകത്ത് വെച്ച് ഈ മുശ്രിക്കുകൾ കാണുമ്പോൾ അള്ളാഹിനോട് അവര് പറഞ്ഞു നോക്കും. ഖാലൂ, ഈ മുശ്രിക്കുകൾ അള്ളാഹിനോട് പറയും, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഹൗലാഇ, ഈ നിൽക്കുന്നവരാണ്, ശുറകാഉനാ, ഞങ്ങളുടെ പങ്കാളികൾ. അതേ, എങ്ങനെയുള്ള പങ്കാളികൾ? അല്ലദീന കുന്നാ നദ്ഉ മിൻ ദൂനിക, നിനക്ക് പുറമേ നിന്നോട് പ്രാർത്ഥിച്ചിരുന്നത് പോലെ, നിന്നോട് ദുആയിരുന്നിരുന്നത് പോലെ, ഞങ്ങൾ നിന്നെ കൂടാതെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്തിരുന്ന ഞങ്ങളുടെ ആളുകളാണ് ഈ നിൽക്കുന്നത് എന്ന് അള്ളാന്റെ മുമ്പിൽ പറഞ്ഞു നോക്കും. ഇവരെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് നിനക്ക് പുറമേത് അള്ളാന്റെ കോടതിയിൽ വെച്ച് ഈ ശിർക്ക് ചെയ്ത ആളുകൾ പറഞ്ഞു നോക്കും. പക്ഷേ ഉടനെ തന്നെ നിഷേധ മറുപടിയാണ് അവരിൽ നിന്നുണ്ടാവുക. ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗൽ, അപ്പോൾ ഇവരിലേക്ക് മറുപടിയായിട്ട് വരുന്ന വാക്കെന്താണ്? ഇന്നകും ലകാദിബൂൻ, തീർച്ചയായും നിങ്ങൾ നുണ പറയുന്നവർ തന്നെയാണ്. വമ്പിച്ച കളവാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞങ്ങൾ ആരാധിച്ചിട്ടൊന്നുമില്ല, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല, ഞങ്ങളതിന് പറഞ്ഞിട്ടില്ല, ഞങ്ങളതിന് കൽപ്പിച്ചിട്ടില്ല എന്നവിടെ വെച്ച് രംഗം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഇനിയും നമുക്ക് കേട്ട് സുപരിചിതമായ സൂറത്തുൽ അഹ്ഖാഫിലെ 5-6 ആയത്തുകൾ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. സഹോദരന്മാരെ, എന്താ അവിടെ പറയുന്നത്? പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയാണ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴികെട്ടവൻ വേറെ ആരാ ഉള്ളത്? ഓരോ ആയത്തുകളും കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ മനസ്സ് നടുങ്ങണം. റബ്ബല്ലാത്തവരെ പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എത്രയെത്ര ശക്തികളും വ്യക്തികളും ആളുകളുമാണ് ലോകത്തുള്ളത്. അവർക്കല്ലേ മെജോറിറ്റി ഉള്ളത്, അവർക്കല്ലേ ഭൂരിപക്ഷമുള്ളത്. റഹ്മാനായ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നും അതിൽ കണിശത പുണർത്തണമെന്നും പറയുന്ന മുവഹിദുകൾ ശിർക്ക് ചെയ്യുന്ന ആളുകളെ അപേക്ഷിച്ച് കുറവാണല്ലോ.
അതുകൊണ്ട് ന്യൂനപക്ഷമാണല്ലോ മുശ്രിക്കുകളെ അപേക്ഷിച്ച് മുവഹിദുകൾ. അതുകൊണ്ട് ആ ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ടത്, ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാൽ ആരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചുവോ അവര് പോലും പരലോകത്ത് നമുക്ക് അനുകൂലമായി ഒരക്ഷരം പറയില്ലെന്ന് മാത്രമല്ല, റബ്ബ് പറയുന്നത് നോക്കൂ, ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യുകയോ വിളിച്ചാൽ വിളികേട്ട് ഉത്തരം ചെയ്യുകയോ ചെയ്യാത്ത അത്തരത്തിലുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരാ ഉള്ളത്? മാത്രമല്ല, ഇവർ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചതെങ്കിൽ ആ ആളുകൾ ഇവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നു പോലുമില്ല. അവര് അശ്രദ്ധരാണ്. തീർന്നില്ലല്ലോ, വൈദാ ഹുശിറന്നാസ്, ജനകോടികൾ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം വരുമ്പോ കാനൂലഹും അഅദാ, ഇവരാരെയൊക്കെയാണോ വിളിച്ചാരാധിച്ചതെങ്കിൽ അവരൊക്കെ ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദത്തിഹിം കാഫിരീൻ, ഇവരവർക്കെടുത്ത ഇബാദത്തിനെ അവരവിടെ വെച്ച് തള്ളിക്കളഞ്ഞ് നിഷേധിക്കുകയും ചെയ്യുമെന്ന് സൂറത്തുൽ അഹ്ഖാഫിലും അല്ലാഹു പറയുന്നു. ഓ സഹോദരങ്ങളെ, എത്ര സൂറത്തുകളിൽ എത്ര വചനങ്ങൾ ഇന്ന് നമ്മൾ കേട്ടു, ഇനി എത്ര വചനങ്ങളിൽ അത് ഇരിക്കുന്നു. എത്ര ഗൗരവമാണ്. പരലോക കോടതിയിൽ അത് റഹ്മാനായ റബ്ബിന്റെ മാത്രം, അവിടെ റബ്ബേ കാവലുണ്ടാവുകയുള്ളൂ, റബ്ബ് മാത്രമേ നമ്മുടെ രക്ഷകനായിട്ടുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. അപ്പോ ഇന്നിപ്പോ നമ്മൾ ഈ കേട്ട ഇതൊക്കെ വളരെ വിശദീകരണം അർഹിക്കുന്ന വചനങ്ങളായതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ ഇന്നീ കേട്ട വചനങ്ങളിലൂടെ നമുക്ക് വളരെ കൃത്യമായി ബോധ്യമായത് എന്താ? അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ച് ആരാധിച്ചിരുന്ന ആരാധ്യന്മാരൊക്കെ പരലോകത്ത് നമ്മുടെ രക്ഷകന്മാരായിട്ടുണ്ടാവില്ല. അവർ പോലും അള്ളാഹുവിന്റെ ചോദ്യം അവർക്കുണ്ടാകുമ്പോൾ അവർ പോലും വളരെ കൃത്യമായി നൽകുന്ന മറുപടികളാണ് പോൽഫലകമായ ധാരാളം ആയത്തുകളിലൂടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. ഇനിയും സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകിയ മറുപടിയുടെ ബാക്കി ഭാഗം, ആ ബാക്കി ഭാഗത്തിന്റെ വിശദീകരണം നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ശേഷം നമ്മൾ പാരായണം ചെയ്തിട്ടുള്ള ആയത്തുകളുടെയും വിശദീകരണം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ചു നിൽക്കുവാനും തൗഹീദിന്റെ കാവലാളുകളായി അത് ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്ന യഥാർത്ഥ മുവഹിദുകളായി ജീവിച്ചു മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ അടുത്ത ദിവസങ്ങളിലായി നമ്മോട് വിട പറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകൾ കോവിഡ് ബാധിതരായും അല്ലാതെയും ഒക്കെ മരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹുവെ, എല്ലാവർക്കും നീ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണമേ നാഥ. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും നീ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരണമേ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.